ഇതെന്താ? അബിയുടെ ഓഫീസ് ആ വഴിക്കല്ലേ? ഇതിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. പ്രിയയ്ക്ക് വീട് കാണിച്ചു തരാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഞാനും വീട് കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. സമയം കിട്ടുന്നേ ഇല്ല. ആ മീറ്റിംഗ് ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടയർഡാണ് പ്രിയ. അതുകൊണ്ട് ഒഫീഷ്യൽ അല്ലാതെ ഒരു അല്പം നേരം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഓഫ് കോഴ്സ് പ്രിയക്കത് താല്പര്യമില്ലെങ്കിൽ ഓഫീസിലേക്ക് തന്നെ പോകാം. അബിയുടെ ഇഷ്ടം. താങ്ക്സ്. ചേട്ടൻ എന്തിനാ പ്രിയോട് കള്ളം പറഞ്ഞത്? സത്യം പറഞ്ഞ സമ്മതിക്കാത്തോണ്ട്. എന്താ സത്യം? ആ നമുക്ക് ഇതുപോലെ അടിച്ചു പൊളിക്കണ്ടേ. അവരോടൊപ്പം പോയാൽ അത് നടക്കൂ. ഓ താങ്ക്സ്. വെൽക്കം. അല്ല ഏട്ടാ, നമ്മുടെ പ്രിയെ ആ അബി കുറച്ചു നാളെ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ചേച്ചേ അങ്ങനൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലല്ല, ഉണ്ട് ഏട്ടാ. ഈ അബിക്ക് എന്റെ ക്ലാസ്മേറ്റ് ടോമോയി നല്ല സാമ്യമുള്ളതുകൊണ്ടാ. എന്താ അവൻ എന്നെ ഇംപ്രസ് ചെയ്യാനായി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? എന്റെ ബുക്ക് ബൈൻഡ് ചെയ്ത് തരും, എന്റെ നോട്ട്സ് അവൻ എഴുതി തരും, അതും പോരാഞ്ഞ് എന്റെ ടിഫിൻ ബോക്സ് കൂടി കഴുകി തരും. അതുപോലെ അല്ല ഇത്. അഭി അങ്ങനെയുള്ള ആളൊന്നുമല്ല. എന്റെ ഡൗട്ടാണ്. പോട്ടെ, ഇംപ്രസ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അതെന്തിനാ ചേട്ടന്റെ പ്രിയ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്തൂടെ? എനിക്ക് നിന്നെ ഇംപ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ പ്രിയ ഇംപ്രസ് ചെയ്യിക്കും? ഞാൻ എപ്പോഴും ഇംപ്രസ് ആയി കഴിഞ്ഞല്ലോ ഏട്ടാ. ലെറ്റ്സ് ഗോ. യാ. ഇതെന്താ? അബിക്ക് ആഡ് ഏജൻസി ഉണ്ടോ? അത് മോഡൽസ് ഒന്നല്ല, മരുമകളെ സെലക്ട് ചെയ്യാൻ മമ്മി ഡാഡി എനിക്ക് അയച്ചതാ. എന്നിട്ട് ഇതിൽ ആരെ സെലക്ട് ചെയ്തു? ആരെയും സെലക്ട് ചെയ്തില്ല. എന്റെ മനസ്സറിയുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ അബിക്ക് ആ കുട്ടി അറിയോ? ഞാൻ എപ്പോഴും മീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെന്തിനാ ഈ ഫോട്ടോസ് എല്ലാം? ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അവളെന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അബിയെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ? ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. എന്നാലും നല്ല മനുഷ്യനല്ലേ? നോക്ക്, ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ സിമ്പിൾ ആയിട്ടൊരു മോതിരം വാങ്ങണം. അതിലെ ഡയമണ്ടിന് പകരം നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചൊരു മുത്തുണ്ടെങ്കിൽ നന്നായിരിക്കും. വാങ്ങിക്കില്ലേ? ഡെഫിനറ്റ് ആയിട്ട് വാങ്ങിക്കും. അഭി ആ കുട്ടിയെ കണ്ടാലുടനെ അവളുടെ കൈവിരലിൽ ആ മോതിരം അണിയിക്കണം. പിന്നെ ആ പെൺകുട്ടി നിങ്ങളുടെ കൈവിരലും പിടിച്ചുകൊണ്ട് പിന്നാലെ നടന്നു വരും. ശരിക്കും? ശരിക്കും. പക്ഷെ കല്യാണം കഴിച്ച കുട്ടിയായിരിക്കരുത്. എന്താ നീ രാവിലെ ജോയിങ്ങിന് വരാ? ഞാൻ രാവിലെ മിനിയുടെ കൂടെ സൈക്ലിങ്ങിന് പോയി. നീ ഇല്ലാത്തോണ്ട് ഞാനൊന്നും പോയില്ല. ഒറ്റയ്ക്ക് പോയാൽ തല്ലിയിട്ടൊന്ന് പേടിച്ചിട്ടാ. അയ്യോ, അതൊന്ന് ഓർമ്മിപ്പിച്ച് എന്നെ പേടിപ്പിക്കാടെ. ആ കാട്ടുപോത്തിന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് പനി വരും. അതാ അനാവശ്യം ആരോട് സംസാരിക്കലെന്ന് പറയുന്നത്. അന്നത്തോടെ അതെല്ലാം നിർത്തി ഞാൻ. ആരോഗ്യത്തിന് അതാ നല്ലത്. എടാ, അയാൾ മലയാളിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഹലോ. ഹലോ, ഹായ്. നിങ്ങൾ മലയാളികളാ? അതെല്ലോ, ഞാനും മലയാളിയാ. അപ്പൊ ഈ കുട്ടിയോ? ഇതെന്റെ മോളാ പപ്പി. ഹായ് ഹായ്. പപ്പി. ഹായ്. അതെന്താ മോള് വെളുത്ത് നിങ്ങൾ കറുത്തു ഇരിക്കുന്നല്ലോ? അവൾ അമ്മയെ പോലാ. കണ്ണു പോലും നല്ല വ്യത്യാസമുണ്ട്, ഗ്രീൻ കളർ. അതും അമ്മയെ പോലാ. ആഹാ, തലമുടിയും വ്യത്യാസം ഉണ്ടല്ലോ ചേട്ടാ. അതും അമ്മയെ പോലെ തന്നെയാ. പപ്പി കം ഹിയർ. ഇതെന്താ ചോദിക്കാതെ ഉമ്മ വരുന്നത്? ഇതും അമ്മയെ പോലാണോ? മലയാളിയാണെന്ന് വിചാരിച്ച് സംസാരിച്ചപ്പോ ഓക്കത്തരം പറയുന്നോ? ഒരു നാട്ടുകാരാന്നുള്ള പരിഗണന പോലും ഇല്ലേ? കൊച്ചുബാബു, കൊച്ചുബാബു, യെസ് മാഡം. നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? പോകണ്ടെന്ന് സാറ് പറഞ്ഞു മാഡം. ശേഖർ വരുന്നില്ലേ? പ്രിയ വയ്ക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓൾറെഡി 10:30 ആയി. സാരമില്ല, ഞാൻ വന്നോളാം. എന്താ ഇത്? അഭിയുടെ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാം. നാളെ ചെയ്താലും മതിയല്ലോ. പ്രിയ, ക്യാഷ് പേയ്മെന്റ് നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. പ്രിയ വയ്ക്കോ, ഞാനത് ഫിനിഷ് ചെയ്തിട്ട് വരാം. കാണുന്നത് പോലെയല്ല, ബുദ്ധിയുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൊച്ചുബാബു, കൊച്ചുബാബു. താങ്ക് യു. എനിക്ക് വേണ്ട. ഓ, ഇയാൾക്കല്ല, ശേഖറിനാ. ഓ,
ഓ വെരി ഗുഡ്. സൂപ്പർ. ഇതാരുണ്ടാക്കിയതായാലും അസല് കൈപ്പുണ്യം. കൊച്ചുബാബു, ഓ റൈറ്റ് ടൈമിൽ ഹോട്ട് ടീ വന്നല്ലോ. കൊച്ചുബാബു സാർ, നിങ്ങൾ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്താ നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് 1000 കിലോമീറ്റർ സ്പീഡിൽ പോകും. താങ്ക് യു വെരി മച്ച്. കൊച്ചുബാബു, കൊച്ചുബാബു വാ പോവാം. സാർ, മാഡം ഇവിടെ ക്യാബിനിലുണ്ട് സാർ. അപ്പൊ പോയില്ലായിരുന്നു? ഇല്ല സാർ, ഇവിടെ ഉണ്ട്. പിടിച്ചേ. പ്രിയ എന്താ പോകാതിരുന്നേ? ജോലി തീർന്നു. കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയി കിടന്നോളൂ. ടൈം 4:30 കഴിഞ്ഞു. എനിക്ക് മാത്രമല്ല, ശേഖരനും ടൈം 4:30 കഴിഞ്ഞു. എന്നാ വാ. മോനെ സുല്ലേ, മാമനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോടാ. സരളയെ പ്രേമിക്കുന്നു എന്ന് പറയണം. എന്തിനാ പറയുന്നത്? ഞാൻ പ്രേമിക്കുന്നില്ലല്ലോ. നീ പ്രേമിക്കുന്നു നല്ലടാ, ഞാൻ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് തരണം. സത്യ? ആ, എത്ര കാശ് വേണം? നശിച്ച ജന്മം. ഇത്ര നാളും സെർവന്റായും സ്വീപ്പറായും വെയിറ്ററായും ബെയറായും ഒക്കെ എന്നെ ഉപയോഗിച്ചു. ഫൈനലായിട്ട് എന്നെ ബ്രോക്കറും കൂടെ ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാമ. അല്ല മോനെ, ഹായ് വർമാജി, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ഷോപ്പിംഗ്. ഉദ്ദേശിച്ച സാധനം കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. രാഖി ഇത്ര നാളും കഷ്ടപ്പെട്ടെല്ലാം ചീറ്റിപ്പോയല്ലോ മാമ. അവര് നിങ്ങളെ ആങ്ങളെയായിട്ട് കാണുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ബാബാ, എവിടെ പോവാ? ടൈം ഓവറായി പോയി. രാഖി നാളെ കേട്ടാ. പറ്റില്ല സുനിൽ. ഇത്ര നാളെ എനിക്കൊരു ബ്രദർ ഇല്ലെന്ന ദുഃഖമായിരുന്നു. എന്നാ ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടെത്തി. അതുകൊണ്ടാ രാഖി കെട്ടാന്ന് വിചാരിച്ചത്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വാട്ട് വർമാജി, വാട്ട് സുനിൽ ഈസ് ടെല്ലിംഗ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്റെ ഫ്യൂസ് പോയി. അയ്യോ, ഞാൻ രാഖി കെട്ടാൻ വന്നത് മുതൽ ഇങ്ങനെ വല്ലാതിരിക്കുന്ന എന്താ? അവിടെ ഇരിക്കെ. രാഖി കെട്ടി കഴിഞ്ഞിട്ട് പോയാ മതി. കെട്ടാതിരിക്കുന്ന നല്ലത്. ജാറ് കൊണ്ടുവരേണ്ടി വരും. ജസ്റ്റ് 1 മിനിറ്റ്. കൈ ഇങ്ങോട്ട് നീട്ടൂ. സോറി മാമ. ആ കൈയല്ല, നിന്റെ കൈ ഇങ്ങോട്ട് കാണിക്ക. ചേച്ചിയാടാ. അതെ സുനിൽ, നിന്നെ പരിചയപ്പെട്ട അന്ന് മുതൽ എനിക്കൊരു സഹോദരനില്ലെന്ന് തോന്നിയിട്ടേ ഇല്ല. താങ്ക്സ് ചേച്ചി. മാമൻ ഇനി എന്റെ അളിയനാ. എന്റെ ദൈവമേ, നിനക്ക് രാഖി കെട്ടി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് എന്തൊരാശ്വാസം. നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വേറെ കൂടി സമാധാനമായിട്ടുണ്ട്. പറ ചേച്ചി, ഈ അനുജൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? അനിയ, ഈ വയസ്സിൽ എനിക്കൊരു തുണ വേണമെന്ന് തോന്നുന്നു. എന്നാ ഇഷ്ടപ്പെട്ട ആളോടത് പറയാൻ എന്റെ മനസ്സിന് ധൈര്യം കിട്ടുന്നില്ല. എനിക്കും സെയിം ഫീലിംഗാ. അദ്ദേഹം എതിർക്കുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാ ധൈര്യം കിട്ടാത്തത്. ഇഷ്ടമാണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് പറയുന്നതിനെന്താ ചോദിക്ക. അദ്ദേഹം എന്ത് വിചാരിക്കുമെന്ന് ഒരു ടെൻഷനും ഉണ്ട്. എന്തിനാ ടെൻഷൻ? എന്റെ മനസ്സിലൊരു വെപ്രാളം. കുറെ നേരമായി രണ്ടുപേരും കൂടെ എന്നെ ഊഞ്ഞാലാട്ടി കളിക്കുന്നു. വല്ലതും പറയാനായിട്ട് നേരിട്ട് പറഞ്ഞാ മതി. മനുഷ്യ മെനക്കെടുത്ത വർമാജി, മനസ്സിലായോ? മുഴുവനും മനസ്സിലായി. ഇപ്പൊ ഞാൻ ഫുൾ ഹാപ്പി ആയി മാമ.
വണ്ടി കുറച്ച് ലേറ്റ് ആയെങ്കിലും ഒരേ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നല്ലോ. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി അമ്മമ്മേ അപ്പപ്പ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാനും കൂടെ രാശിയുണ്ടേ. അമ്മുമ്മയെന്നു നീ എന്തിനാ ലവേഴ്സിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നത്? വീട്ടിൽ പോയി പണി എന്തെങ്കിലും നോക്ക്, ചെല്. ഓക്കെ, കൂടുതൽ അങ്ങ് വെച്ച് നീട്ടണ്ട. ലേറ്റായ ഫസ്റ്റ് നൈറ്റിൽ തന്നെ തുടങ്ങേണ്ടി വരും ബെഡ് റെസ്റ്റ്. ഇനിയിപ്പോ ചാരെടുക്കാൻ ആളായല്ലോ.